ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് പറഞ്ഞാൽ, പെറ്റമ്മയാണെങ്കിലും പോറ്റമ്മയാണെന്നുണ്ടെങ്കിലും അത് മനസ്സാണ് പ്രധാനം കേട്ടോ. അപ്പോൾ അവനവൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നുള്ള സ്നേഹത്തോട് കൂടിയിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സാണ് പ്രധാനം. നമുക്ക് മനസ്സില്ലേ, അത് പെറ്റമ്മയാണെങ്കിൽ പോലും സാധിക്കില്ല. എത്ര പെറ്റമ്മമാർ മക്കളെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അല്ലെങ്കിൽ പെറ്റ് വളർത്തി നമ്മൾ വലുതാക്കിയ മക്കൾ 2-3 മക്കളെ ഇട്ടിട്ട് ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് പരിചയപ്പെട്ടവരുടെ കൂട്ടത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് മനസ്സാണ് പ്രധാനം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രസവിച്ചു എന്നതുകൊണ്ട് മാത്രം അമ്മയാവില്ല. നമ്മൾ പ്രസവിച്ച് വളർത്തുക അല്ലെങ്കിൽ നമുക്ക് പ്രസവിക്കാതെ തന്നെ കയ്യിൽ കിട്ടുന്ന മക്കളെ വളർത്താനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനും സ്നേഹത്തോടു കൂടി പെരുമാറാനും മനസ്സുകൊണ്ട് തൻ്റെ മക്കളായി അംഗീകരിച്ച് കൊണ്ടുപോകാനുമുള്ള ആ കഴിവുണ്ടല്ലോ, ആ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് കേട്ടോ. അല്ലാതെ പ്രസവിച്ചത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ പെറ്റമ്മയായതുകൊണ്ട് മാത്രം ആ അമ്മയ്ക്ക് എല്ലാം തികഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പല കഥകളും കേൾക്കുന്നുണ്ട് അല്ലേ, പത്രത്തിലൊക്കെ ഓരോ ദിവസം ഓരോ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ അടുത്ത വീട്ടിൽ, അതായത് അങ്ങനൊരു സംഭവം ഉണ്ടായത് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പം ഞാനത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എത്ര വലിയ പോറ്റമ്മ എന്ത് നന്നായിട്ട് നോക്കി വളർത്തി ഉണ്ടാക്കി കഴിഞ്ഞാലും അത് പ്രത്യേകിച്ച് ആൺമക്കളാണെന്നുണ്ടെങ്കിൽ ആ ആൺമക്കളുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാർ നല്ലവരല്ല എന്നുണ്ടെങ്കിൽ ഒരു കുടുംബം തകർക്കാനും അത് മതി കേട്ടോ. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ മരണശേഷം അവരുടെ വീട്ടുകാരും അങ്ങനെ ശ്രമിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടും അത് ഞാൻ നിങ്ങളോടുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂൾ വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടിയിട്ട് എല്ലാവരുമായിട്ട് കളിക്കും കേട്ടോ. അത് ഒളിച്ച് കളിക്കുക, അതുപോലെ വട്ട് കളിക്കുക എന്ന് പറയും, കള്ളിയൊക്കെ ഇങ്ങനെ വരച്ചിട്ട് കള്ളം വരച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ കളിക്കുക. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ബാലസംഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ കാര്യം ഞാൻ പറയുന്നത്. 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും അടങ്ങിയ ഒരു വീട്. അവിടെ അച്ഛനും അമ്മയും അവരുടെ അച്ചാച്ചനും അച്ചമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഞങ്ങളിങ്ങനെ പോയി കളിക്കും. അതുപോലെ അവർ നമ്മുടെ വീട്ടിലും കളിക്കും, അല്ലെങ്കിൽ നമുക്ക് അമ്പലമുറ്റത്തൊക്കെ കളിക്കും. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ചാച്ചനും അച്ചമ്മയൊക്കെ മരിച്ചു. അതിനുശേഷം ഈ അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പം മൂത്ത ചേട്ടന് വിദേശത്ത് ജോലിയൊക്കെ കിട്ടി. ആ ചേട്ടൻ പോയി. അത് സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത കുടുംബമായിരുന്നു കേട്ടോ. ആ ചേട്ടന് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടില്ല, കുടുംബം സാമ്പത്തികമായിട്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ ആ ചേട്ടൻ്റെ കല്യാണമൊക്കെ ആയി. ഞാനൊക്കെ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് വന്ന് ആ ചേച്ചി ഞങ്ങളൊക്കെ ആയിട്ട്, അവരും ചേച്ചി തന്നെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഞങ്ങളൊക്കെ ആയിട്ട് നല്ല കമ്പനി. അപ്പോൾ ഞങ്ങളോട് വർത്തമാനമൊക്കെ പറയുമ്പോൾ പറയും, ചേട്ടന് അമ്മയില്ല. എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്, അച്ഛനും അമ്മയും അവർ സഹോദരങ്ങളും ഉണ്ടല്ലോ, പിന്നെ എന്താ ഇവർ അമ്മയില്ല എന്ന് പറയണം. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോടൊക്കെ ചോദിക്കേണ്ടതായിട്ട് കേട്ടോ. അപ്പം നമുക്കറിയില്ല. അപ്പം ചിന്തിച്ച് നോക്കൂ, അത്രയും നമുക്ക് പോലും അറിയാത്തൊരു കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ. അങ്ങനെയാണ് അച്ഛനും അമ്മയും മക്കളും കൂടിയിട്ട് കഴിയുന്നത്. അത്രയും അവർ സ്നേഹമായിട്ട് കഴിയുന്ന ഒരു കുടുംബമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചേച്ചി എപ്പോഴും ഇങ്ങനെ പറയും. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ദിവസം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടന് അമ്മയില്ല, ചേട്ടൻ്റെ അമ്മ മരിച്ചു, ചേട്ടൻ്റെ രണ്ടാനമ്മയാണത് എന്ന് എന്നോട് പറഞ്ഞു എന്നാ ചേച്ചി കേട്ടോ. അത് കഴിഞ്ഞു. പക്ഷേ ആ അമ്മ ഒരു പാവമായിരുന്നു കേട്ടോ. ഒരു പാവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പാവം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ആ അമ്മയും അച്ഛനും മക്കളും കൂടി ഈ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ചേട്ടനും ഒരു കുട്ടിയായി അങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഈ അമ്മ എന്ത് പറഞ്ഞാലും ഈ ചേച്ചി അതിനെ എതിർക്കും എപ്പോഴും. അപ്പോൾ ഈ ചേട്ടനോട് സ്നേഹം കൊണ്ടാണ് പറയുന്നതെന്നുള്ള രീതിയിലാണ് എപ്പോഴും പറയുക. സ്വാഭാവികമായും ആ ചേട്ടൻ ചെറുതായിട്ട് മാറ്റം വന്നു തുടങ്ങി. അവരും അമ്മ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെറുതായിട്ട് മാറ്റം വന്നു തുടങ്ങി. കുറച്ച് ആ ചേച്ചി പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നീങ്ങിയിട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചേട്ടൻ്റെ അച്ഛൻ മരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടുകാരൊക്കെ വന്നിട്ട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, എത്രയായാലും അവന് അച്ഛനും ഇല്ല അമ്മയില്ല, അച്ഛനും അമ്മയും ഇല്ലാതെയായി, അവനിനി ആരുമില്ല, ഇനി ഞങ്ങളൊക്കെ തന്നെയുള്ളൂ, ഇനി ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും നാട്ടുകാർക്ക് പോലും ഒരു പ്രശ്നമില്ലാതെ ജീവിച്ച് പോകുന്ന കുടുംബം എന്നുള്ളത് ചിന്തിക്കണം കേട്ടോ. അപ്പോൾ ഈ വരുന്ന ബന്ധുക്കൾക്കാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഈ ചേട്ടൻ്റെ അമ്മയുടെ വീട്ടുകാരുണ്ടല്ലോ, ഇവരെ തിരിഞ്ഞു നോക്കാറേ ഉണ്ടായിരുന്നില്ല, ഈ ചേട്ടനെ തിരിഞ്ഞു നോക്കാറേ ഉണ്ടായിരുന്നില്ല. കാരണം ചെറുപ്പത്തിൽ പഠിപ്പിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ചിലവ് വേണ്ടേ. അപ്പോൾ അവരുടെ അടുത്ത് പണം ചിലവാവണ്ട
എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് അമ്മാവന്മാരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ചേട്ടനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സാമ്പത്തികമായി കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ നമ്പറൊക്കെ എങ്ങനെയൊക്കെയോ വാങ്ങിച്ചിട്ട് ഇടയ്ക്കൊക്കെ അവർ വിളിക്കലും, അപ്പോൾ ഈ ചേച്ചി ഇവിടുത്തെ കാര്യങ്ങൾ അവിടേക്ക് പറഞ്ഞു കൊടുക്കും. അവരും അവരുടേതായ രീതിയിൽ ഇങ്ങോട്ടും സംസാരിക്കും. അങ്ങനെയായിട്ട് അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടന് സ്വന്തമായിട്ട് സ്ഥലം കൊടുക്കണം. കാരണം അച്ഛനില്ല, അമ്മ ഇല്ല. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായ സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞു സ്ഥലം എഴുതി വാങ്ങിപ്പിച്ചു. അതുപോലെ അവർ വേറെ വീട് വെച്ച് താമസം തുടങ്ങി കേട്ടോ. അങ്ങനെ ആ ചേട്ടൻ്റെ സഹോദരങ്ങളായിട്ടും ചെറുതായിട്ടൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങി. അതായത് ഈ ചേട്ടൻ്റെ ഭാര്യ എപ്പോഴും പറഞ്ഞു കൊടുക്കും, ചേട്ടൻ്റെ അമ്മ പ്രസവിച്ചതല്ല അവരെന്നെ, ചേട്ടൻ്റെ അമ്മ പ്രസവിച്ച മക്കളല്ല, അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചേട്ടനോട് സ്നേഹമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയെന്ന് എപ്പോഴും പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ആ ചേട്ടനും സഹോദരങ്ങളോട് ചെറുതായിട്ടൊരു അകൽച്ച, അവർ ചെറുതായിട്ടൊക്കെ വഴക്കായി. എന്ത് നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബമാണ് തകർന്നു പോയതെന്നറിയോ. അപ്പോൾ അങ്ങനെ കുടുംബം തകർക്കാനായിട്ട് കയറി വരുന്ന പെൺകുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരായിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടക്കും ചെയ്യും കേട്ടോ. പക്ഷെ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞു, മക്കളൊക്കെ മുതിർന്നു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടനും ചെറുതായിട്ട് മനസ്സിലാവാൻ തുടങ്ങി. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങളായത് എന്നുള്ളതും, ചേട്ടൻ എന്നിട്ട് സഹോദരങ്ങളോടും അമ്മയോടും, അപ്പോൾ ഇതിന് അമ്മയ്ക്കൊക്കെ സുഖമില്ലാതെയായി കേട്ടോ. അപ്പോൾ രണ്ടാനമ്മയാണ് അല്ലെങ്കിൽ പോറ്റമ്മയാണെങ്കിലും ആ അമ്മ ഈ ചെറിയ കുട്ടിയെ കിട്ടിയിട്ട് കൊണ്ട് നടന്ന് വളർത്തിയുണ്ടാക്കിയതും സ്നേഹത്തോടു കൂടി തൻ്റെ മക്കളെ പോലെ തന്നെ വളർത്തിയുണ്ടാക്കിയതുമാണ് കേട്ടോ. അവിടെ നിന്നാണ് ഈ മകൻ അകന്നു പോയത്. അപ്പോൾ ആ അമ്മയ്ക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങളോട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അതിനുശേഷം അമ്മയ്ക്ക് സുഖമില്ലാതെയൊക്കെ ആവുകയും ചെയ്തു. അപ്പോൾ ഈ ചേട്ടനും ഒരു തിരിച്ചറിവ് വന്നു. എന്താണ് കാരണം നമുക്കറിയില്ല, അവരുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെ തിരിച്ചറിവ് വന്ന് ഈ അമ്മയോട് വന്ന് മാപ്പ് പറയലും അതുപോലെ തന്നെ ഈ സഹോദരങ്ങളോടും മാപ്പ് പറയലൊക്കെ ഉണ്ടായിട്ട് അവർ വീണ്ടും ഒന്നായി. അപ്പോൾ പെറ്റമ്മയാണെങ്കിലും പോറ്റമ്മയാണെന്നുണ്ടെങ്കിലും നോക്കാനുള്ള മനസ്സുണ്ടെങ്കിലാണ് ഏത് അമ്മയാണെങ്കിലും നോക്കുള്ളൂ. അതുപോലെ തന്നെ അത് നോക്കി മനസ്സിലാക്കി അല്ലെങ്കിൽ ജീവിക്കുന്നവർക്കല്ല പ്രശ്നം കേട്ടോ. അപ്പോൾ ഈ ചേട്ടനും ഈ സഹോദരങ്ങളും ഒന്നിച്ച് ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിച്ച് വളർന്ന അവർക്കല്ല പ്രശ്നം ഉണ്ടായത്. ആ ചേട്ടൻ വിവാഹം കഴിച്ചപ്പോൾ ആ ഭാര്യ വീട്ടുകാർക്കാണ് പ്രശ്നം ഉണ്ടായത്. അതുപോലെ ആ ചേട്ടൻ്റെ അമ്മയുടെ വീട്ടുകാരേനെയും അവർ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ കുടുംബത്ത് വഴക്കുണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ചേട്ടൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഒറ്റയ്ക്ക് മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് പല ബന്ധുക്കളും ശ്രമിച്ചു കേട്ടോ. നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ പലർക്കും പലതും തോന്നും ബന്ധുക്കൾക്ക് കേട്ടോ. അയൽക്കാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ അല്ല പ്രശ്നം, ബന്ധുക്കൾക്കാണ്. ഇവർ നന്നായി പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കാം ചിലപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ആ ചേട്ടന് സാമ്പത്തികം ഉള്ളത് കൊണ്ട് ഈ ചേട്ടൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ലാഭം ഉണ്ടായിരിക്കും എന്ന ചിന്താഗതിയാണോ എന്തോ അറിയില്ല. എന്തായാലും ഒരു കുടുംബത്തിൻ്റെ സ്നേഹം മൊത്തം നാശമാക്കിയിട്ട് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ ആ ചേട്ടന് തിരിച്ചറിവായത് കൊണ്ട് തിരിച്ച് വീണ്ടും അവർ ഒന്നായി കേട്ടോ. ഈ മകൻ്റെ ഭാര്യയുടെ വീട്ടുകാർ അവന് അമ്മയും അച്ഛനും ഇല്ല ഞങ്ങൾക്ക് എപ്പോഴും പറഞ്ഞാലും അവരുടെ മകളെ 10 ദിവസം അവരുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താനോ അല്ലെങ്കിൽ അവരുടെ മകളുടെ കുട്ടീനെ നോക്കി വളർത്തി, അതായത് കുട്ടികളെ വളർത്താനൊക്കെ ആണല്ലോ നമ്മുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ, നമുക്ക് അതിനൊക്കെ തന്നെയല്ലേ നമ്മുടെ അമ്മയും അച്ഛനൊക്കെ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി നോക്കാൻ അവരുടെ അടുത്ത് ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരു സഹായം ഉണ്ടായിട്ടില്ല കേട്ടോ. അതെല്ലാം ഇവരുടെ ഈ വീട്ടിൽ നിന്നിട്ട് തന്നെയാണ് വളർന്നേക്കുന്നത്. എന്നിട്ടും അവർ സ്പർദ്ധ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷേ അവരുടെ വീട്ടിലേക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടായി. കാരണം ഈ മരുമകൻ നല്ല നിലയിലാണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്ത വീടായിരുന്നു, സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത 4-5 പെൺകുട്ടികളൊക്കെ ഉള്ളൊരു വീടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് സഹായങ്ങളായി ഒരു വീട് പണി അവർക്ക് കഴിഞ്ഞു. അതുപോലെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ മറ്റുള്ള സഹോദരങ്ങളുടെ വിവാഹത്തിനും എല്ലാം ഇവർക്ക് അത്യാവശ്യം സ്വർണ്ണം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞു. ആ ഒരു ഉപകാരം അവർക്ക് ഈ മരുമകനെ കൊണ്ടുണ്ടായി. അങ്ങനെ മരുമകനെ ആ വീട്ടിൽ നിന്ന് അടർത്തി മാറ്റുകയും ചെയ്തു. പക്ഷെ മകൻ മനസ്സിലാക്കിയത് കൊണ്ട് തിരിച്ച് ഈ അമ്മയെ, എന്താ വെച്ചാൽ സ്വന്തം അമ്മ പ്രസവിച്ച അമ്മേനെ കണ്ടിട്ടില്ല, ഈ അമ്മയാണ് ആ സ്ഥാനത്ത് നിന്ന് വളർത്തിയതും സ്നേഹിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും. അപ്പോൾ ആ ഒരു ഓർമ്മ ആൾക്ക് തിരിച്ച് കിട്ടിയത് കൊണ്ട് വീണ്ടും അവർ ആ സ്നേഹത്തോട് കൂടി കഴിഞ്ഞു പോയി കേട്ടോ. ചേട്ടൻ്റെ മക്കളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഈ അമ്മയാണ് നോക്കി വളർത്തിയുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ആ മക്കളുടെയൊക്കെ, അതായത് ചെറിയ കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ അവർ വെച്ചാൽ മക്കളെ അങ്ങോട്ട് ഈ അമ്മയ്ക്ക് വിട്ടുകൊടുക്കും. കുടുംബത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കില്ല, അതുപോലെ ജോലിക്കൊന്നും പോകണില്ല, വീട്ടിലിരിക്കുന്നതാണ്. എന്നിട്ട് അവനവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് സുഖമായിട്ട് ജീവിച്ച് പോകുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. ഈ മക്കളെയൊക്കെ മുതിർന്ന്, അതായത് നമ്മൾ ഏകദേശം സ്കൂളിലൊക്കെ ചേർക്കേണ്ട സമയമായപ്പോഴാണ് അവർ ഈ വീട് ഉപേക്ഷിച്ചിട്ട് വേറെ വീട് വേണമെന്ന്
വാശി പിടിക്കുകയും വേറെ വീട് വെച്ച് താമസിക്കുകയും ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാലത്തൊക്കെ ഈ അമ്മ അവർക്ക് ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവർ രണ്ടാനമ്മയായിട്ട് മാറിയത്. അതുവരെ അവർ അമ്മ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിനെ എത്ര വേഗം ശിഥിലമാക്കാനായിട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് പറയുന്നത് പോലെ, പെറ്റമ്മ ആവണം എന്നുണ്ടെങ്കിൽ പ്രസവിച്ചിട്ട് തന്നെ ആവണമെന്നില്ല കേട്ടോ. പോറ്റമ്മയാണെന്നുണ്ടെങ്കിലും സ്വന്തം മക്കളായിട്ട്, കാരണം അവരവരുടെ മകനായിട്ട് കരുതിയത് കൊണ്ടാണ് ആ മകൻ്റെ മക്കളെ അവർക്ക് വളർത്താനായിട്ട് കഴിഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ വേണച്ച നോക്കിയാൽ മതി എന്നുള്ള പോലെ ഇട്ടിട്ട് പോവുകയാണെങ്കിലോ, അങ്ങനെ സ്വന്തം മക്കളെ നോക്കാതെ ഇട്ട് പോകുന്ന എത്രയോ അമ്മൂമ്മമാർ അല്ലെങ്കിൽ അച്ഛമ്മമാരുണ്ട് കേട്ടോ. നമ്മൾ കാഴ്ചപ്പാടിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ ഓർമ്മ വന്നപ്പോഴാണ്, ഇങ്ങനെ എപ്പോഴെപ്പോഴും ഈ ഒരു പ്രയോഗം കാണാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഓർമ്മ വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചതാണ് കേട്ടോ. അപ്പോൾ മനസ്സാണ് എന്തിനും ഏതിനും, മനസ്സാണ് പ്രധാനം കേട്ടോ. അത് അമ്മ എന്നല്ല, സഹോദരി എന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതൊരംഗമാണെങ്കിലും, അത് മകളാണെങ്കിലും മരുമകളാണെങ്കിലും ഏതൊരംഗമാണെന്നുണ്ടെങ്കിലും ചെയ്യാനുള്ള മനസ്സാണ് പ്രധാനം. ചെയ്യാനുള്ള മനസ്സില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് പങ്കുവെക്കണം തോന്നി, അത്ര മാത്രമേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.